യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കൈവരിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വിശദീകരണം. 28 ഇന സമാധാന നിർദ്ദേശങ്ങളിൽ 2 വിഷയങ്ങളിൽ മാത്രമാണ് തുടർ ചർച്ചകൾ വേണ്ടിവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈന്റെയും ട്രംപിന്റെയും അംഗീകാരത്തോടെ മാത്രമേ അന്തിമ സമാധാന നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് കൈമാറുകയുള്ളൂ എന്നും മാർക്കോ റൂബിയോ അറിയിച്ചു. We arrived here today with one goal, and the goal was to take, is 28 points or 26 points, depending on which version as it continue to evolve, and try to narrow the ones that were open items. And we have achieved that today in a very substantial way. Now, obviously, like any final agreement, they'll have to be agreed upon by the presidents, and there are a couple issues that we need to continue to work on. But I think the report today is that I think today was worthwhile. It was very, very. It is probably the most productive day we have had on this issue. Maybe in the entirety of our engagement, but certainly in a very long time. But work remains, and because this continues to be a working process. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിശദാംശങ്ങൾ. അശ്വതി, തീർച്ചയായും ഇപ്പോൾ മാർക്കോ റൂബിയോ വിശദീകരിച്ചതുപോലെ 1-2 വിഷയങ്ങളിൽ മാത്രമാണ് അന്തിമ തീരുമാനമെടുക്കാനുള്ളതെന്നും 28 നിർദ്ദേശങ്ങളിൽ 26-ലും ഒരു ധാരണയിലെത്താൻ സാധിച്ചു, അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്താൻ സാധിച്ചു എന്ന നിലപാട് തന്നെയാണ് മാർക്കോ റൂബിയോ അറിയിച്ചിരിക്കുന്നത്. ജനീവയിൽ നടന്ന സമ്മേളനത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷമാണ് മാർക്കോ റൂബിയോ നിലപാട് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ സമാധാന നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. അതായത് യുക്രൈൻ യുദ്ധ സമാധാന നിർദ്ദേശങ്ങളുടെ ഭാഗമായി 28 നിർദ്ദേശങ്ങളാണ് US പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നത്. ഈ നിർദ്ദേശങ്ങളിൽ ചർച്ചകൾ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇത്തരം ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇത് റഷ്യയ്ക്ക് അനുകൂലമായി മാത്രം വന്നിരിക്കുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് എന്ന ശക്തമായ ഒരു വിമർശനം ഉയർന്നിരുന്നു. ആ വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തുടർ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ മാർക്കോ റൂബിയോ ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് കുറെയൊക്കെ വിട്ടുവീഴ്ചാപരമായ ഒരു നിലപാടുകൾ അമേരിക്ക തയ്യാറാണ് എന്നാണ്. ഇന്നലെ ഇക്കാര്യം ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ചർച്ചകൾ കുറെ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ഇതുവഴി തുറക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അധികം വൈകാതെ യുക്രൈൻ സമാധാന ചർച്ചകൾ സംബന്ധിച്ച് ഒരു അന്തിമ രൂപരേഖ തയ്യാറാക്കാനാകുമെന്നും ആ രൂപരേഖ തയ്യാറാക്കിയാൽ യുക്രൈന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും കൃത്യമായ യുക്രൈന്റെയും അമേരിക്കയുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, പരിശോധനകൾക്കും അനുസരിച്ച് മാത്രമായിരിക്കും ഈ സമാധാന നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് കൈമാറുക എന്നും തുടർന്നാണ് മറ്റ് ചർച്ചകളിലേക്ക് നീങ്ങുക എന്നും മാർക്കോ റൂബിയോ അറിയിക്കുന്നുണ്ട്. അശ്വതി.